ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്ന കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മളിപ്പം നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് പോകുന്നത്. ഏതാണ്ട് 620 കിലോമീറ്ററോളം ദൂരമുണ്ട്. അടൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടാലോ. നമുക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ടയറിൻ്റെ എയറൊക്കെ ചെക്ക് ചെയ്ത് ഫുൾ ടാങ്ക് എണ്ണയാക്കി അടിക്കണം. ഇപ്പോൾ സമയം 6:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണയൊക്കെ അടിച്ച് ഇവിടുന്ന് യാത്ര തിരിക്കുമ്പോഴേക്ക് ഏതാണ്ട് 7 മണി കഴിയും. അപ്പോൾ നമ്മൾ അങ്കമാലി വരെ MC റോഡ് വഴിയാണ് പോകുന്നത്. അവിടുന്ന് NH കയറി നേരെ പാലക്കാട് വാളയാർ വഴി തമിഴ്നാട്ടിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 14 മണിക്കൂറോളം എടുക്കും ബാംഗ്ലൂർ എത്താൻ. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഒരു 9:10 ആകുമ്പോഴേക്കും നമുക്ക് ബാംഗ്ലൂർ എത്താമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ അടൂരിൽ നിന്ന് പുറപ്പെട്ട് പന്തളമൊക്കെ കഴിഞ്ഞ് ചെങ്ങന്നൂരും താണ്ടി കല്ലിശ്ശേരിയായി. ഇനി നേരെ തിരുവല്ല വഴി ചങ്ങനാശ്ശേരി ചെന്ന് കോട്ടയം കൂടി കൂത്താട്ടുകുളം കയറി മൂവാറ്റുപുഴ ചാടി പെരുമ്പാവൂർ കൂടി കാലടി കടന്ന് അങ്കമാലി എത്തി NH കയറി പാലിയക്കര ടോൾ പ്ലാസ കടന്നുകൂടി നേരെ കുതിരാൻ ടണലിൽ നുഴഞ്ഞു കയറി ആലത്തൂർ വന്ന് വാളയാറ് ചാടിക്കടന്ന് തമിഴ്നാട് കയറി അവിനാശി വഴി ഈ റോഡിൻ്റെ ഔട്ടറിലൂടെ നേരെ സേലം വെച്ച് പിടിച്ച് അവിടുന്ന് ഓടി ഹൊസൂര് ചെന്നിട്ട് അത്തിബിലി വന്ന് നേരെ ഇലക്ട്രോണിക് സിറ്റി എത്തിയിട്ട് ബൊമ്മനഹള്ളി താണ്ടി മടിവാളയിൽ എത്തുമ്പോഴേക്കും നമ്മുടെ യാത്ര ഏതാണ്ട് അവസാനിക്കും. അങ്ങനെ നമ്മളിപ്പോൾ കൂത്താട്ടുകുളം എത്തിയേ. ഏകദേശം 10 മണിയായി. വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഒരു തട്ടുകടയിൽ കയറി ദോശയൊക്കെ അടിച്ചു. ഇവിടുന്ന് ദോശയും ചമ്മന്തിയും ഒക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ കാലും കൈയൊക്കെ ഒന്ന് നിവർത്തി നിന്നിട്ട് വീണ്ടും നമുക്ക് യാത്ര തുടരാനുണ്ട്. അങ്ങനെ വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. ഈ MC റോഡ് വഴിയുള്ള യാത്രയുണ്ടല്ലോ ഒരിത്തിരി കഠിനമാണ് കേട്ടോ. അങ്കമാലി വരെ എത്തിപ്പറ്റാൻ ഏതാണ്ട് 4-5 മണിക്കൂർ സമയമെടുക്കും അടൂരിൽ നിന്ന്. സിംഗിൾ ലൈനാണ്, അതുപോലെ തന്നെ നല്ല തിരക്കുമാണ്, പ്രത്യേകിച്ച് പെരുമ്പാവൂർ വരെ. തടിലോറികളെല്ലാം പെരുമ്പാവൂർ വരെ വരിവരിയായിട്ടാണ് പോകുന്നത്. അതിനെ ഓവർടേക്ക് ചെയ്ത് വന്നാലും ഇതിങ്ങനെ വാലേ ഒന്നിന് പുറകിൽ ഒന്നായിട്ട് കാണും. അതുകൊണ്ട് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ കുറച്ചധികം ക്ഷമ വേണം. അങ്ങനെ നമ്മൾ ആ ടാസ്കുകളൊക്കെ മറികടന്ന് അങ്കമാലി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ NH കയറിയാലും വലിയ വിശേഷമൊന്നുമില്ല. കാരണം NHലും റോഡ് പണികളൊക്കെ നടക്കുകയാണ്. റോഡുകളൊക്കെ മൊത്തം മാന്തി പൊളിച്ചിട്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് വഴിതിരിച്ചൊക്കെ വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏതൊക്കെയോ അറിയാൻ വയ്യാത്ത പോക്കറ്റ് റോഡിലൂടെയൊക്കെ കയറി വളഞ്ഞും തിരിഞ്ഞുമൊക്കെ നമ്മൾ ചാലക്കുടി ടൗണിൽ വന്ന് ചാടിയിട്ട് അവിടുന്ന് നേരെ എങ്ങനെയോ പാലിയക്കര ടോളിൽ വന്നെത്തി. അപ്പോൾ ഇവിടാണ് ആദ്യത്തെ ടോൾ വരുന്നത്. ഈ ടോൾ ബൂത്ത് കഴിഞ്ഞിട്ട് ഇനി വാളയാറിന് മുമ്പ് 2 ടോൾ ബൂത്ത് കൂടിയുണ്ട്. അത് കഴിഞ്ഞ് തമിഴ്നാട് കയറിയാൽ പിന്നെ നല്ല സുഖമാണ്. ടോളോട് ടോൾ തന്നെ. ഏതാണ്ട് 6 ടോൾ ബൂത്തുകൾ തമിഴ്നാട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് പാലിയക്കര ടോൾ പ്ലാസയിൽ കാറിന് 1 സൈഡ് ടോൾ വരുന്നത് 90 രൂപയാണ്. വണ്ടിയിൽ ഫാസ്റ്റാഗ് ഉണ്ടായിരിക്കണം. ഉണ്ടായാൽ പോരാ, അത് റീചാർജ് ചെയ്ത് ക്യാഷ് ഉണ്ടായിരിക്കണം. ഫാസ്റ്റാഗ് ഇല്ലെങ്കിൽ ഡബിൾ ചാർജ് ആണെന്നാണ് പറയുന്നത്. അതായത് 90-ന് പകരം 180 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഡബിൾ ചാർജ് പിടിക്കുമോ എന്നറിയത്തില്ല. നമ്മുടെ വണ്ടിക്ക് ടാഗ് ഉള്ളത് കൊണ്ട് ഇതുവരെ ഡബിൾ അടിച്ചിട്ടില്ല. അപ്പം ലോങ് ഒക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും ഫാസ്റ്റാഗ് എടുക്കണേ. അങ്ങനെ ടോളൊക്കെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ച് ബാരിയറൊക്കെ പൊക്കി തന്ന് പിന്നെയും നേരെ മുന്നോട്ട്. ഇപ്പം സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ സമയത്ത് ബാംഗ്ലൂർ എത്തുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഇനിയും ഒരുപാട് ഓടാനുണ്ട്. കോയമ്പത്തൂർ കിടക്കുന്നു, ഈറോഡ്, സേലം, കൃഷ്ണഗിരി, ഹൊസൂര്. നോക്കാം എപ്പോൾ എത്തുമെന്നുള്ളത്. പിന്നെ ഈ ഹൈവേയിലാണെങ്കിലും ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ലോറിക്കാർ തന്നെയാണ് കേട്ടോ. അവർ ഈ സ്പീഡ് ട്രാക്ക് പിടിച്ചേ പോകത്തുള്ളൂ, മാറി തരത്തുമില്ല. അതുകൊണ്ട് നമ്മളും അതിനനുസരിച്ച് പതുക്കെ പോകേണ്ടി വരും. ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഹെവി വെഹിക്കിൾ വലത്തെ ട്രാക്കിൽ കയറിയാൽ 1000 രൂപ പെനാൽറ്റി എന്നൊക്കെ. ബോർഡ് മാത്രമേ ഉള്ളൂ, പെനാൽറ്റി അടിക്കാറില്ലെന്ന് തോന്നുന്നു. കാരണം എല്ലാ ഹെവി വെഹിക്കിളും വലത്തെ ട്രാക്കിലൂടെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കുതിരാൻ ടണൽ എത്താറായിട്ടുണ്ട്. അങ്ങനെ നേരെ ടണലിനകത്തേക്ക് കയറി ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ടണലിന്. 80 കിലോമീറ്ററാണ് ഇവിടുത്തെ സ്പീഡിൻ്റെ ലിമിറ്റ്. 2016 പണി തുടങ്ങി 2021 ഇത് പൂർത്തിയാക്കി പബ്ലിക്കിന് തുറന്നു കൊടുത്തത്. അങ്ങനെ ടണലെല്ലാം കയറി ഇറങ്ങി കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്നപ്പോഴുണ്ടല്ലോ ഒരു ചായ കുടിക്കാനായിട്ട് വണ്ടി ഒതുക്കി.
അങ്ങനെ പ്രഭാകരൻ ചേട്ടൻ്റെ ചായക്കടയുടെ മുന്നിൽ വണ്ടി ഒതുക്കി 2 ചായ പറഞ്ഞു. അങ്ങനെ പ്രഭാകരൻ ചേട്ടന് ചായയൊക്കെ തന്നു. ഇനി ഞാൻ നിങ്ങളെ ഏറ്റവും കൂടെയുള്ള ആളെ പരിചയപ്പെടുത്തി തരാം. മാസ് ഇൻട്രോയ്ക്ക് വേണ്ടി അദ്ദേഹം പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് മിസ്റ്റർ സുവിൻ, ഞങ്ങളുടെ ഈ യാത്രയുടെ സ്പോൺസർ എന്ന് വേണേൽ ചുരുക്കി പറയാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ടോൾ ഗേറ്റ് എത്തിയിരിക്കുകയാണ്, പന്നിയങ്കര ടോൾ പ്ലാസ. ഇത് ആലത്തൂരാണ് കേട്ടോ. ഇവിടെ 115 രൂപയാണ് വൺ സൈഡ് ടോൾ വരുന്നത്. 6 വരിപ്പാതയ്ക്ക് ടോൾ ഇത്തിരി കൂടുതലാണ്. ഇവിടെ ഇങ്ങനെ സൈഡുകളിലെല്ലാം ലോറികൾ വരിവരിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലോറി ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതി ഇത് വാളയാറായി കാണുമെന്ന്. പക്ഷെ വാളയാറായിട്ടില്ല, വാളയാറിന് ഇവിടെ ഇനിയും ദൂരമുണ്ട്. അങ്ങനെ വീണ്ടും 6 വരി 2 വരിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഈ നടുക്ക് ഇങ്ങനെ ചെടികൾ വളർത്തിയിരിക്കുന്നത് കൊണ്ട് എതിരെ വരുന്ന വാഹനങ്ങളുടെ പ്രകാശം കണ്ണിലേക്ക് അടിച്ചു കയറില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതുകൊണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രിയിലുള്ള ഡ്രൈവിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രാത്രിയിൽ എപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 2 പേരുമായിട്ടൊക്കെയോ സ്വന്തം വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ വിജനമായിട്ടുള്ള സ്ഥലത്തൊന്നും വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാതിരിക്കുക. ഇതുപോലെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന കടകളിലോ ഒക്കെ ഇറങ്ങി ചായ കുടിക്കുക. ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്ത് ചായ കുടിക്കാനൊക്കെ ഇറങ്ങുക. അവിടുത്തെ ബാത്റൂമൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് നിർത്തിയിട്ട് പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല നമുക്ക് എന്തൊക്കെ പണി കിട്ടുമെന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മൾ അടുത്ത ടോൾ ഗേറ്റ് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ പുതുശ്ശേരി ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ടോൾ ഗേറ്റ് ഉള്ളത്. പാമ്പാമ്പള്ളം എന്നോ മറ്റോ ആണ് ഇതിൻ്റെ പേര്. അവിടെ നമുക്ക് ഒരു 80 രൂപയാണ് ടോൾ വരുന്നത്. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. 1 മണിയായിട്ടും കേരളം കടന്നിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി എപ്പോൾ അങ്ങ് എത്തുമോ എന്തോ. ഇവിടെ നിന്ന് ഇനി ഒരു 6 കിലോമീറ്റർ കൂടിയുണ്ട് വാളയാറിന്. അങ്ങനെ പോകുമ്പോൾ ബാംഗ്ലൂരുള്ള ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 357 കിലോമീറ്റർ ദൂരമുണ്ട് ഇനി ബാംഗ്ലൂർക്ക്. അങ്ങനെ നമ്മൾ മധുക്കരൈ ടോൾ ബൂത്തിലെത്തി. കോയമ്പത്തൂർ ബൈപ്പാസ് റോഡാണിത് കേട്ടോ. ഇവിടെ 35 രൂപ ടോൾ കൊടുത്ത് പിന്നെയും മുന്നോട്ട്. ഇനി ഇവിടുന്ന് അങ്ങ് സേലം വരെ 6 വരി പാതയാണ്. എങ്ങനെ പോയാലും ഒരു 100+ സ്പീഡിൽ സേഫായിട്ട് ക്രൂയിസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് സേലത്തേക്ക് ഇനി ഒരു 170-180 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. നമ്മൾ ഓവർ സ്പീഡൊന്നും എടുക്കുന്നില്ല, ഒരു 80-100 ഇൻ ബിറ്റ്വീൻ അതിനകത്ത് പോകുന്നതേ ഉള്ളൂ. അങ്ങനെ വീണ്ടും അടുത്ത ടോൾ ഗേറ്റ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെങ്കപ്പള്ളിയോ എന്നോ മറ്റോ ആണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ അവിനാശിയിലുള്ള ടോൾ ഗേറ്റാണിത്. 2:45 ആയിട്ടുണ്ട്. അവിനാശിയിൽ എത്തിയപ്പോഴത്തെ സമയം 125 രൂപ ഇവിടെയും ടോൾ കൊടുത്തു കേട്ടോ. 6 വരി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പൈസ ആവുന്നത്. ഇതിപ്പോൾ 5ാമത്തെ ടോൾ ബൂത്താണ് നമ്മൾ കടക്കുന്നത്. മിക്കവാറും ബാംഗ്ലൂർ എത്തുമ്പോഴേക്ക് നല്ലൊരു എമൗണ്ട് ടോൾ തന്നെ പോകും. ഞാൻ അവസാനം പറയാം നമുക്ക് എത്ര രൂപ ടോൾ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ടോൾ വരുന്നത് ഈ റോഡാണ് എന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ 1-2 പേരായിട്ടൊക്കെ സ്വന്തം വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അത് വൻ നഷ്ടമായിരിക്കും. ബസ്സിനാണെങ്കിൽ നോൺ AC ഒരു 1500 രൂപ അല്ലെങ്കിൽ AC ഒരു 1800, 12,000 രൂപയ്ക്കകത്ത് നിൽക്കും. സ്വന്തം വണ്ടിയാണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോളും പിന്നെ ഇത്രയും ടോളൊക്കെ കൊടുത്ത് അങ്ങ് ചെല്ലുമ്പോഴേക്കും എന്തായാലും ഒരു 12,000 രൂപ എക്സ്ട്രാ നമുക്കാവും. അല്ലെങ്കിൽ പിന്നെ ഒരു 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഒരുപോലെയൊക്കെ ആയിരിക്കും. പിന്നെ ബാംഗ്ലൂരിലേക്ക് അവിടുത്തെ ആവശ്യത്തിനായിട്ട് വണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല. ഒറ്റയ്ക്കാണെങ്കിലും ഓടിച്ചുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ. ബൈക്കൊക്കെ ആണെങ്കിൽ പണ്ട് ഞാൻ ബസ്സിൽ കയറ്റി കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആ പരിപാടി ഉണ്ടോ അതോ നിർത്തിയോ എന്നൊന്നും അറിയത്തില്ല. പണ്ട് ഞാൻ ബൈക്ക് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഓടി സേലത്തെത്തി. ഇവിടെയും 75 രൂപ ടോളൊക്കെ കൊടുത്ത് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനിയൊരു 180 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ബാംഗ്ലൂരേക്ക്. സത്യം പറഞ്ഞാൽ ഇത്രയും ലോങ് ഒക്കെ ഓടി വരുമ്പോൾ ഇനിയൊരു 180 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്നൊരു ഭാവമാണ് നമുക്ക് വരുന്നത്. കാരണം ഒരു 10-630 കിലോമീറ്റർ ദൂരം ഉള്ളതിൽ ഇനിയൊരു 180 കിലോമീറ്റർ കൂടി എന്ന് പറയുന്നത് ഒരു പുത്തരിയല്ല എന്നുള്ള ഒരു ഭാവം.
ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഓടി എത്താമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പം നേരം നല്ലതുപോലെ വെളുത്തു. ഏതോ ഒരു ടോൾ ബൂത്ത് വരുന്നുണ്ട്. നമ്മളിപ്പം കൃഷ്ണഗിരി എത്തിയിട്ടുണ്ട് കേട്ടോ. കൃഷ്ണഗിരിയിലെ ടോൾ പ്ലാസയാണിത്. 120 രൂപയാണ് ഇവിടെയും ടോൾ കൊടുത്തത്. കൊടുക്കണ്ട, അവർ പിടിച്ചോളും. അങ്ങനെ ഇപ്പം സമയം 6 മണിയോടടുക്കുകയാണ്. ഇനി അങ്ങ് എത്തിയിട്ട് വേണം സുഖമായിട്ട് കുറച്ചു നേരം കിടന്നൊന്ന് ഉറങ്ങാൻ. ഇനി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെ പതുക്കെ പോകാമെന്ന് കരുതി. കാരണം ഇനിയൊരു 100 കിലോമീറ്ററിനകത്തെ ദൂരമുള്ളൂ അങ്ങ് ചെല്ലാൻ. അതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസം, വലിയ ദൂരങ്ങൾ താണ്ടിയല്ലോ എന്നുള്ളൊരു സമാധാനം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര ഇങ്ങനെ തുടരുകയാണ്. നമ്മളിപ്പോഴും തമിഴ്നാട്ടിൽ തന്നെയാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത്. കർണാടക ഇതുവരെ കയറിയിട്ടില്ല. അങ്ങനെ രാത്രിയുടെ നിശബ്ദതയൊക്കെ വകഞ്ഞു മാറ്റി സൂര്യൻ കിഴക്കേ ചക്രവാളത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുൻപിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒഴിഞ്ഞ പാത തിരക്കുകളില്ലാത്ത ലോകത്തിലേക്ക് തുറന്നു കിടക്കുന്ന ഒരു കവാടം പോലെ തോന്നും. ഒരു വെള്ളിനാട പോലെ മുന്നോട്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡിലൂടെ ചക്രങ്ങൾ ഉരുളുമ്പോൾ കൃഷിയിടങ്ങളും മലനിരകളും മയക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്ന ചെറു പട്ടണങ്ങളും അതിവേഗം പുറകിലേക്ക് ഓടി മറയുന്നത് വെറും കാഴ്ചകൾ മാത്രമല്ല, അവയെല്ലാം നമ്മൾ ജീവിക്കുന്ന നിമിഷങ്ങൾ കൂടിയാണ്. മുന്നോട്ട് നീളുന്ന വഴി മുറിവുണക്കാൻ കെൽപ്പുള്ള ഒരു വൈദ്യനാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഓരോ കിലോമീറ്ററുകൾ താണ്ടുമ്പോഴും ഓർമ്മകളുടെ ബാണ്ടക്കെട്ടുകൾ വഴിയിൽ ഉപേക്ഷിക്കാൻ അത് നമ്മളെ സഹായിക്കും. ഓരോ വളവുകളും പുതിയ പുതിയ കാഴ്ചകളുടെ രഹസ്യങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്കൊരു പുതിയ പാഠമാണ്. ഓരോ കയറ്റവും ഓരോ പ്രതീക്ഷയാണ്. ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്തെ ശൂന്യതയേക്കാൾ മനോഹരം ആ ശൂന്യതയിലേക്ക് നയിക്കുന്ന ഈ വഴികളായിരിക്കാം, അല്ലെങ്കിൽ ഈ യാത്രയായിരിക്കാം. ഈ അടഞ്ഞ ചില്ലുകൾക്കുള്ളിലിരുന്ന് പുറത്തേക്ക് ഒഴുകി നീങ്ങുന്ന ഈ ലോകത്തേക്ക് നോക്കിയിരിക്കുമ്പോഴുണ്ടല്ലോ, മിക്കപ്പോഴും നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മസംഭാഷണങ്ങൾ നടക്കുന്നത് ഇത്തരം യാത്രകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ഡ്രൈവ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ആ യാത്ര നമ്മുടെ ഉള്ളിൽ നിറച്ച ആ ഒരു ഊർജവും സമാധാനവും കാഴ്ചകളും ഒക്കെ ഉണ്ടല്ലോ, പിന്നെയും നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സഹ്യന്റെ മടിത്തട്ടിൽ നിന്ന് വളവും തിരിവും നിറഞ്ഞ പാതകളൊക്കെ പിന്നിട്ട് നമ്മുടെ വണ്ടി ബാംഗ്ലൂരിലേക്ക് പ്രവേശിക്കുകയാണ്. ഹൊസൂർ റോഡിൽ എത്തുമ്പോൾ തന്നെ ദൂരെ തലയുയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും. നഗരം അതിൻ്റെ തിരക്കിട്ട പ്രഭാതത്തിലേക്ക് കണ്ണു തുറന്നു വരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങും തോറും ഈ നഗരത്തിൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നത് അറിയാൻ സാധിക്കും. വാഹനങ്ങളുടെ ഹോണും ഹുങ്കാര ശബ്ദങ്ങളുമെല്ലാം ഒരു ഓർക്കസ്ട്ര പോലെ ചെവികളിൽ മുഴങ്ങുന്നു. പല ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യർ, പല നാടുകളിൽ നിന്ന് ഈ നഗരത്തിലേക്ക് ചേക്കേറിയവർ, അവരുടെ സ്വപ്നങ്ങളുടെ ബാണ്ടക്കെട്ടുകളുമായി തിരക്കിട്ട് ചീറിപ്പാഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇലക്ട്രോണിക് സിറ്റിയിലൂടെ ബാംഗ്ലൂരിൻ്റെ കവാടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടല്ലോ, ആധുനികതയുടെയും സാങ്കേതിക വിദ്യയുടെയൊക്കെ ഒരു പുതിയ ലോകത്തേക്ക് പ്രവേശിച്ചതായി നമുക്ക് തോന്നും. പഴമയും പുതിയതുമൊക്കെ ഇവിടെ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്നത് പോലെ. അങ്ങനെ ഏകദേശം 630 കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ ബാംഗ്ലൂർ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. താണ്ടിയ വഴികളിൽ 12 ടോൾ ബൂത്തുകളാണ് നമ്മൾ കടന്നത്. 995 രൂപയോളം ആയിട്ടുണ്ട് ഈ 12 ടോൾ ബൂത്തുകൾക്കും കൂടി. അപ്പോൾ തൃശ്ശൂർ പാലിയേക്കര മുതൽ ബാംഗ്ലൂർ വരെ സ്വന്തം വണ്ടിയിൽ വരണമെങ്കിൽ 1000 രൂപ ടോൾ മാത്രം കൊടുക്കണം എന്ന കാര്യം ശ്രദ്ധയിൽ വെക്കുക. അങ്ങനെ നമ്മളിപ്പം മടിവാളയിൽ എത്തിയിരിക്കുകയാണ്. മടിവാളയിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നതും. ഒരുപാട് മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ മടിവാള എന്ന് പറയുന്നത്. എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും മലയാളികളാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം. ഇവിടെ താമസിക്കുന്നവരൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്ട്രീറ്റുകളിലൊന്നും വണ്ടി ഇടാൻ സ്ഥലം കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി ഇനി ഇവിടെ കറങ്ങാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും ഒന്ന് പാർക്കിംഗ് കിട്ടുമെന്ന് നോക്കട്ടെ. പാർക്കിംഗ് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ സ്വന്തം വണ്ടിയുമായി വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. ഫാസ്ടാഗിനകത്ത് ക്യാഷ് ഉണ്ടായിരിക്കണം, വണ്ടി കണ്ടീഷൻ ആയിരിക്കണം, വേറെ പേടിക്കാനായിട്ട് ഒന്നുമില്ല. വഴിയൊക്കെ വളരെ സേഫാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ സേഫായിരുന്നു, വേറെ പേടിക്കാനായിട്ട് ഒന്നുമില്ല. വരുന്ന വഴികളിലൊക്കെ നൈറ്റ് കടകളൊക്കെ ധാരാളമുണ്ട്. പ്രൈവറ്റ് വണ്ടികൾക്ക് ചെക്ക് പോസ്റ്റുകളിലൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. ടാക്സി വണ്ടികളുടെ കാര്യം എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ നേരെ സെൻറ്റ് ജോൺസിൻ്റെ ഗ്രൗണ്ടിൻ്റെ സൈഡിലുള്ള ഈ റോഡിൽ വണ്ടി പാർക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാംഗ്ലൂരിലേക്കുള്ള കേരളത്തിൽ നിന്നുള്ള റോഡ് ട്രിപ്പിൻ്റെ കാഴ്ചകൾ.
ഇനി ഇവിടുത്തെ ബ്രിഗേഡ് റോഡിലെ കാഴ്ചകളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പം അതുവരേക്കും ഗുഡ് ബൈ.